നമസ്കാരം. ഗാസ മുനമ്പിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും നീതി തടസ്സപ്പെടുത്തിയതിന് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടന. ജനുവരി 19 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ കരീം ഖാന 172 പേജുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചതായി ഡെമോക്രസി ഫോർ ദ അറബ് വേൾഡ് നൗ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുകയാണ്. ഇസ്രായേലിന്റെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയതിന് ബൈഡനെതിരെയും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും മുൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും എതിരെയും ICC അന്വേഷണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബൈഡന്റെ കീഴിൽ ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ വംശഹത്യ നടത്തിയപ്പോൾ 2023 ഒക്ടോബർ മുതൽ 2024 ഒക്ടോബർ വരെ മാത്രം അമേരിക്ക ഇസ്രായേലിന് $17.9 ബില്യൺ സൈനിക സഹായമാണ് നൽകിയത്. ഇസ്രായേലിന് അമേരിക്ക പതിവായി നൽകുന്ന വാർഷിക സൈനിക സഹായത്തിന്റെ 6 ഇരട്ടിയായിരുന്നു ഇത്. അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഗാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ല എന്ന് മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. ഇതാദ്യമായാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു സംഘടന മുൻ പ്രസിഡന്റിനെതിരെ അന്വേഷണം നടത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളിൽ ജോ ബൈഡൻ, ആന്റണി ബ്ലിങ്കൻ, ലോയിഡ് ഓസ്റ്റിൻ എന്നിവർക്ക് പങ്കുണ്ട് എന്ന് അന്വേഷിക്കാൻ ശക്തമായ കാരണങ്ങളും ഉണ്ട്. ഫലസ്തീൻ ആശുപത്രികളിലും സ്കൂളുകളിലും വീടുകളിലും വർഷിച്ച ബോംബുകൾ അമേരിക്കൻ ബോംബുകളാണ്. എല്ലാം നടന്നത് അമേരിക്കയുടെ പിന്തുണയോടെയാണെന്നാണ് സംഘടനയിലെ അംഗമായ റീഡ് ബ്രോഡി പറഞ്ഞത്. കൂടാതെ ഗാസയിൽ നിന്ന് എല്ലാ ഫലസ്തീനികളെയും ബലമായി ഒഴിപ്പിച്ച് പ്രദേശം പിടിച്ചെടുക്കാനുള്ള പദ്ധതി നിർദ്ദേശിച്ച ട്രംപ് കടുത്ത നിയമലംഘനങ്ങളാണ് നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ട്രംപ് നീതിയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, ഇസ്രായേലി കുറ്റവാളികളെ രക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്നാണ് സംഘടനയുടെ അഭിഭാഷക ഡയറക്ടറായ റെയ്ഡ് ജെറാർ പറയുന്നത്. ഗാസയിൽ നിന്ന് എല്ലാ ഫലസ്തീനികളെയും മാറ്റാനുള്ള ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ചും അന്വേഷണം വേണം. ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് മാത്രമല്ല, ജനങ്ങൾക്ക് മേലുള്ള ഇത്തരം നിർബന്ധിത തീരുമാനങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്ന് ജെറാർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേൽ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചതിനെ തുടർന്ന് ഗാസ വെടിനിർത്തൽ കരാറ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മനഃപൂർവ്വം അട്ടിമറിച്ചിരിക്കുന്നു എന്ന് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ബാസം നയിം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മോചിപ്പിക്കപ്പെടാതിരുന്ന 620 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുന്നതുവരെ ഹമാസ് കൂടുതൽ വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബാസം നയിം പറയുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് 620 തടവുകാരെ മോചിപ്പിച്ച മുൻഘട്ടം പൂർത്തിയാക്കണം. വീണ്ടും ഒരു യുദ്ധത്തിനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് നെതന്യാഹു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കരാറിന്റെ 2ാം ഘട്ടത്തിലെത്താൻ ചർച്ചകൾ തുടരണമെന്ന് മധ്യസ്ഥർ ഇരുകൂട്ടരോടും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നെതന്യാഹു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ തയ്യാറാണോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. നെതന്യാഹു ഗാസയ്ക്കെതിരായ യുദ്ധം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും എന്നാൽ അതിനെതിരെ ഇസ്രായേലി പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും ഇസ്രായേലി വാർത്താ ഏജൻസിയായ ലോക്കൽ കോളിന്റെ എഡിറ്ററായ മൊറോൺ റാപ്പോപോർട്ട പറഞ്ഞതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.